ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് 4 ബെസ്റ്റ് സൺസ്ക്രീൻ ഏതൊക്കെയാന്നുള്ളതാണ്. ഫസ്റ്റ് വൺ വന്നിട്ട് ഡെർമാക്കോയുടെ ഈ ഒരു സൺസ്ക്രീൻ ആണ്. ഇത് ആക്ച്വലി ഞാനൊരു സാഷ്യ വാങ്ങിച്ചാണ് ഇതിന്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതൊരു സ്വെറ്റ് റെസിസ്റ്റന്റും വാട്ടർ റെസിസ്റ്റന്റും ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. അറൌണ്ട് ഒരു 6 to 7 hours വരെ ഇത് ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ക്രീമി ആയിട്ടുള്ള ടെക്സ്ചർ ആണ്. അത്യാവശ്യം നല്ലൊരു പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സൺസ്ക്രീൻ ആണ്. വൈറ്റ് കാസ്റ്റ് ഒട്ടും തന്നെ ഈ ഒരു സൺസ്ക്രീന് ഇല്ല. 1% ഹൈറോളോണിക് ആസിഡും ഈ ഒരു സൺസ്ക്രീൻ ഉണ്ട്. എനിക്ക് പേഴ്സണലി എനിക്ക് നല്ല ഒരു അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളൊരു സൺസ്ക്രീൻ ആണ്. പിന്നെ വന്നിട്ടുള്ളത് കോൺഷ്യസ് കെമിസ്ട്രിന്റെ ഈ ഒരു സൺസ്ക്രീൻ ആണ്. ഇതും SPF 50+ ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ്. സോ ഈ ഒരു സൺസ്ക്രീനും ആ ഒരു പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സൺസ്ക്രീൻ ആണ്. ഇതും അറൌണ്ട് ഒരു 500 ബിലോ വരുന്നൊരു സൺസ്ക്രീൻ ആണ്. കോൺഷ്യസ് കെമിസ്ട്രിന്റെ സൺസ്ക്രീൻ ഇതെൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. അടുത്തത് ഫോട്ടോ സ്റ്റേബിൾ എന്ന് പറഞ്ഞിട്ട് സൺസ്ക്രീൻ ആണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെൽ ടൈപ്പ് സൺസ്ക്രീൻ ആണ്. ഇത് SPF 55+ ആണ്. സോ ഇത് ഇച്ചിരി കോസ്റ്റ്ലി ആണ്. അറൌണ്ട് ഒരു 700-800 ആ ഒരു പ്രൈസ് റേഞ്ചിൽ. ഇത് വന്നിട്ട് ഈ ഒരു ജെൽ ടെക്സ്ചറിലാണ് വന്നിട്ടുള്ളത്. ബാക്കി ഞാൻ കാണിച്ചിട്ടുള്ള എല്ലാം ക്രീമി ടെക്സ്ചറാണ്. അപ്പൊ ചിലവർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ജെൽ ടെക്സ്ചർ ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. ഇതും പെട്ടെന്ന് തന്നെ നമ്മളുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യും. ഞാൻ കാണിച്ചു തരാം. ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല. ബിക്കോസ് ഇതൊരു ജെൽ ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ലാത്തൊരു സൺസ്ക്രീൻ ആണ്. ഒരു ഗ്ലോയും ഒരു ഗ്ലൂവി ആ ഒരു ഫിനിഷാണ് ഈ ഒരു സൺസ്ക്രീൻ തരുന്നത്. പിന്നെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഞാൻ കുറേ പ്രാവശ്യം യൂസ് ഇരിക്കുന്ന ഇപ്പോഴും യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ആണ് അക്വലോജിക്കയുടെ ഈ ഒരു സൺസ്ക്രീൻ. ഞാൻ ഫേസിലിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. സോ ഫോട്ടോ സ്റ്റേബിളിൻ്റെ സൺസ്ക്രീൻ ഇസ് ഗുഡ്. അതുപോലെ തന്നെ കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ ഈ അക്വലോജിക്കയുടെ ഈ ഒരു യെല്ലോ സൺസ്ക്രീൻ നല്ലൊരു ക്രീമിയാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഫേസിലേക്ക് അബ്സോർബ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സൺസ്ക്രീൻ ആണിത്. സോ അത്രേ ഉള്ളൂ. അപ്പം ഈ ഒരു സൺസ്ക്രീൻസ് ഒക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻസ് ആണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അതിൽ ഇത് മാത്രമേ കുറച്ച് പൈസ കൂടുതലുള്ളൂ. പക്ഷേ ഇത് വർത്ത് ഓഫ് മണിയാണ്. സോ ഇതൊക്കെയാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ബൈ.